പ്രകാശ മോനെ ഒരിറക്ക് കട്ടൻ ചായ ഉണ്ടോ? ഇന്നലെ നേരം മുൾക്കോളം ഉറങ്ങിയിട്ടില്ല, കാലിന്റെ വേദനയായി. സൂര്യൻ ഉദിക്കും മുമ്പ് എന്നും നിങ്ങൾ ഓസി അടിക്കാൻ വരല്ലേ കുഞ്ഞിക്ക? അച്ഛനും അമ്മയും ഏട്ടനും ഏട്ടത്തിയൊക്കെ വന്നു കേട്ടോ. വന്നോ? എന്നിട്ട് എന്തിനാ വല്യമ്മ കരയണേ? അമ്മേ, വളരെ ദാരുണമായ ദുരന്തം. ഈശ്വരനെ സേവിച്ച് അമ്പലത്തിലെ പൂജാകർമ്മങ്ങളുമായി ജീവിച്ചിരുന്ന നാരായണ നമ്പൂതിരി, അദ്ദേഹത്തിന്റെ ഭാര്യ, മക്കൾ ഇവർ നിവേദിച്ചോറിൽ വിഷം ചേർത്ത് കഴിച്ച് മരിച്ചു. ഇളയ മകൾ ജീവനോടെ ഈ മഹാദുരന്തത്തിന് സാക്ഷിയായി നിൽക്കുന്നു. പറയാമോ എന്താണ് സംഭവിച്ചതെന്ന്? എന്റെ അനിയനും നാത്തൂനും കുട്ടികളുവാ. ബുദ്ധിമുട്ടുകളുണ്ട്. കുറച്ച് പണം പലിശയ്ക്ക് വാങ്ങിയിരുന്നു. അതിന് ഈ വീട് സ്ഥലവും അവൻ അയാൾക്ക് എഴുതി കൊടുത്തിട്ടുമുണ്ട്. പലിശ കൊടുക്കാത്തതുകൊണ്ട് ഇന്നലെ ഇവിടെ ഒന്ന് ഒരുപാട് ഒച്ചയും ബഹളം ഉണ്ടാക്കി. ഇന്ന് രാവിലെ ഇവിടെ വരും, എല്ലാരും വീട്ടിൽ നിന്ന് വിളിച്ച് പുറത്തേക്കിടും. എന്നിട്ട് ഈ വീട്ടിൽ കയറി താമസിക്കുമെന്നൊക്കെ അവനെ പറഞ്ഞ് പേടിപ്പിച്ചു. പാവമായിരുന്നു എന്റെ അനിയൻ. അവനത്രേ ബുദ്ധി ഉണ്ടായിരുന്നുള്ളൂ. വിഷം കലക്കി കൊടുത്തു എല്ലാവർക്കും. അതിൽ ഈ പൈതല് ബാക്കിയായി. പരോക്ഷമായി ദുരന്തത്തിന് കാരണക്കാരനായ പലിശക്കാരൻ ഒരു പുരുഷോത്തമൻ. പരുന്തെന്നോ കഴുകെന്നൊക്കെ ആൾക്കാർ പേര് പറയണോ?
കാലനാണവൻ, കാലൻ. കുഞ്ഞച്ചാ, നീ കോയിന്റെ കാലുണ്ടോ? ഒരു കോഴിക്ക് 2 കാലിലേ ഉണ്ടാവുള്ളൂ പുരുഷു. അത് രണ്ടും കഴിച്ചില്ലേ? ഓ അങ്ങനെയാണോ? ഈ കോഴിക്കൊക്കെ 4 കാലി ആയാലെന്താ? നമ്മുടെ നാട്ടിൽ ഒരു പകർച്ചവ്യാധി പോലെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന പലിശ പണമിടപാടിന്റെ ഇരകളായി മരിച്ചു വീഴുന്ന ഇതുപോലത്തെ കുടുംബങ്ങൾ, നാട് വിട്ടു പോകുന്നവർ, കേസുകളിൽപ്പെട്ട് ജയിലിലാകുന്നവർ എല്ലാം നിരവധിയാണ്. ബ്ലേഡ് മാഫിയ എന്ന ഈ ദുർഭൂതം നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ സാമ്പത്തിക സംസ്കാരത്തിന് ഒരു ഭീതിയായി, ഭീഷണിയായി വളർന്നുകൊണ്ടിരിക്കുന്നു. നിർത്തടി അമ്മായിന്റെ മോളെ. പുരുഷോത്തമന്റെ കാശെണ്ണി വാങ്ങി കാര്യം നടത്തിയിട്ട് പിന്നെ മുതലും ഇല്ല, പലിശയില്ല. കള്ള ജാതികൾ. അതും പോരാഞ്ഞിട്ട് എന്നെ പറ്റിക്കാൻ വേണ്ടി വിഷം കഴിച്ച് ചത്താലേ ചത്തോരുക്ക് പോയി. പുരുഷോത്തമന്റെ മൂക്കിലെ മുടിയാരും പറിക്കൂല. ബ്ലേഡ് മാഫിയ, ഭീഷണി, ദുർഭൂതം, സംസ്കാരം. നിന്റെ അമ്മായിയമ്മയുടെ അമ്മിക്കുട്ടി ഓടിയോന്ന്. അത്ര തന്നെ ഉള്ളു കുഞ്ഞച്ച. ചത്തോന് പോയി. എനിക്കൊന്നും പോവില്ല. വീടിന്റെയും പറമ്പിന്റെ ആധാരം എന്റെ കയ്യിലുണ്ട്. അതിന് എന്റെതാ. ഞാൻ ആരാ വിളവൻ? ഇതൊക്കെ തന്നെ വിളവ് ആണല്ലോ. Four fake encounter cases. ഇതാണ് ബസ് സ്റ്റാൻഡിന് വേണ്ടി അക്വയർ ചെയ്യാൻ പോകുന്ന സ്ഥലം. അതാണ് എനിക്ക് കിട്ടേണ്ട സ്ഥലം. ഇതിനിടയ്ക്ക് ഒരു ചതി നടന്നു. നീയൊന്ന് സാക്ഷാൽ പുലിയാകണം പ്രഭാകര. അസീസ്ക പറഞ്ഞാ മതി. ആരാ കേസ് കിട്ട്? പരുന്ത്. പുരുഷോ? എന്താണ്ടാ ആ പേര് കേട്ടപ്പോ പുലി എലിയായ? അല്ല, പരുന്തായതുകൊണ്ട് കണ്ടു കളിച്ചില്ലെങ്കിൽ കളി കാര്യാവും. ഒന്ന് കാര്യമായിട്ട് തന്നെ കളിക്കണം. ബസ് സ്റ്റാൻഡ് വിഷയം നാട്ടുകാർ അറിഞ്ഞുമ്പോ അറിയാലോ. ഇപ്പൊ ഇവിടെ ഉള്ളതിന്റെ 10 ഇരട്ടിയാവും ഭൂമിയുടെ വില. ഭാവിയിലെ കോഴിക്കോട് ഇവിടെ തന്നെയാ. ഒക്കെ നടക്കണമെങ്കില് ആ പറഞ്ഞ 2.5 ഏക്കർ അതുകൂടെ കിട്ടിയാലേ ഒരു സ്ക്വയർ പ്ലോട്ട് ആവുള്ളൂ. അതിനിടയ്ക്ക് ഇപ്പോഴത്തെ സ്ഥലത്തിന്റെ ഉടമ ക്നാപ്പിനൊരു ബീരാങ്കോയെ ഒന്ന് പുറകോട്ടടിച്ചത്. കാശ് കൂട്ടി കൊടുക്കാന്ന് പറഞ്ഞു നോക്കി, അടുക്കുന്നില്ല. പരുന്ത് നേരിട്ടിറങ്ങിയോ? ഏയ്, ബിനാമി ഒരു വിജയൻ, ഇടനിലക്കാരൻ ആ പൂജപ്പുരം മഹേന്ദ്രൻ തെണ്ടി. ഇക്കളിയില് പരുന്ത് ജയിച്ചൂടാ. പറഞ്ഞ സമയത്ത് രജിസ്ട്രേഷൻ നടക്കണം. പരുന്തിന്റെ ബിനാമി വിജയന്റെ പേരിലല്ല, ഇന്റെ പേരില്, കല്ലായി അസീസിന്റെ പേരില്. വിജയ, അവിടെ ഒരു 2 ഏക്കർ സ്ഥലത്തിന്റെ കച്ചവടം കൊണ്ട് മലമറിക്കാനല്ല, അസീസിനൊന്ന് ഓഫ് സൈഡ് കയറി കളിക്കാൻ. അവിടുത്തെ അവന്റെ ഏർപ്പാടെന്ന് പൊട്ടിക്കാൻ. ദേ, ഞാനാരാ വിളവൻ? പിന്നെ ബിനാമിയായിട്ടാണെങ്കിലും ഈ കോഴിക്കോട് സിറ്റിക്കടുത്ത് നിന്റെ പേരിലും കിടക്കട്ടോ കുറച്ച് ഭൂമി. എന്തേ? നല്ലതാ. അവസാനം എന്നെ പറ്റിച്ച് ഭൂമിയും കൊണ്ട് പോയാലുണ്ടോ കഴുത്തിന് ഞാൻ കയറ്റും കത്തിട്ടാ. പുരുഷനോട് ആര് കളിക്കാൻ? വിളവൻ. നാളെ സമയത്തിന് രജിസ്റ്റർ എടുക്കണം. കാര്യങ്ങളൊക്കെ ആ പൂജപ്പുരം മഹേന്ദ്രൻ നോക്കിക്കോളും. അടിച്ചുകൂടെ അസീസിനൊരു പെനാൽറ്റി. ഗോൾ ഉറപ്പാ. അങ്ങനെ വരി. രജനിയണ്ണന്റെ പൊളപ്പ അടികൾ കണ്ട പെണ്ണെ അങ്ങനെ പൊളന്നോളന്ന് തള്ളി. തള്ളേ, എന്റെ കൈയും കാലൊക്കെ എനിക്ക് വിരിവിരാന്ന് പറഞ്ഞു. തള്ളേ, ചെക്ക് ആള് പറഞ്ഞു. മോളെ എടുത്ത് മടിയിലോട്ട് ഇരുത്തിക്കോ. ഇവക്ക് ടിക്കറ്റ് എടുത്തിട്ടില്ല. ഇവക്ക് 1.5 വയസ്സേ ഉള്ളേ. മഹേന്ദ്ര മുതലാളിയെ കാണാൻ ആരോ പുറത്ത്. അത്യാവശ്യമത്രേ. രജനിയണ്ണ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് അടിക്കുമ്പോ ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോയാ അങ്ങനെ. എന്തിനും 10 കാശ് കിട്ടുന്ന കാര്യമായിരിക്കും. ഇറങ്ങിപ്പോയി നോക്ക് മനുഷ്യൻ. ശരിയാ, പെണ്ണുങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പോലെ മാന്യന്മാരായ ആണും പെണ്ണും കൊട്ടൻ അത് കേക്ക് തന്നെ വേണം. ശരി, പിന്നെ
ഞാൻ ഇവിടുന്ന് പോണ ഒരു രചനയെന്ന് അറിയണ്ട. അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ കലിപ്പാവും. പോണ